നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. അടിച്ചാൽ തിരിച്ചടിക്കും, അതാണ് ചൈന. ട്രംപിൻ്റെ ഒരു ഉമ്മാക്കി ചൈനയുടെ അടുത്ത് ചിലവാകില്ല. ഇപ്പോൾ അതാ US-ൻ്റെ പകരച്ചുങ്കത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ചൈന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US-ന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഭീഷണികളെ ചൈന ഭയക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഏകപക്ഷീയമായ ഭീഷണികളെ സംയുക്തമായി ചെറുക്കേണ്ടത് അനിവാര്യമാണ്. രാജ്യാന്തര നീതി ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണെന്നും ഇതേ രീതിയിൽ തുടരാനാണ് US-ന്റെ നിലപാടെങ്കിൽ അതിനെതിരെ പോരാടാൻ തങ്ങളും തയ്യാറാണ്. US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ഈടാക്കുമെന്ന് ചൈനീസ് കസ്റ്റംസ് താരിഫ് കമ്മീഷൻ വ്യക്തമാക്കി. ചൈന ഇതുവരെ 2 ഘട്ടങ്ങളിലായി 84% നികുതിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയത്. കഴിഞ്ഞ ദിവസം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിത തീരുവ 104% നിന്നും 125% US ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനീസ് നടപടി ഉണ്ടായത്. പുതിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. US കൂടുതൽ താരിഫുകൾ ചുമത്തുന്നത് തുടർന്നാൽ അത് സാമ്പത്തികമായും അർത്ഥശൂന്യമായ നടപടിയായി പോകും. മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഈ നീക്കം തമാശയാകും. നിലവിലെ തീരുവയിൽ US ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ വിപണിയുണ്ടാകില്ല. ഇനിയും തീരുവ ഉയർത്താനാണ് US ആലോചനയെങ്കിൽ ഞങ്ങളത് അവഗണിക്കുക തന്നെ ചെയ്യും. വെറുതെ ഒന്നുമല്ല ചൈന വികസനം സാധ്യമാക്കുന്നത്. കഴിഞ്ഞ 70 വർഷമായി നല്ല കഠിനാധ്വാനത്തിലൂടെയാണ് വികസനം എന്ന ലക്ഷ്യം സാധ്യമാക്കിയത്. മറ്റൊരു രാജ്യത്തിൻ്റെയും കൈത്താങ്ങിലൂടെയല്ല. അതുകൊണ്ട് തന്നെ അന്യായമായ അടിച്ചമർത്തലുകളെ ഭയക്കുന്നുമില്ല. ബാഹ്യ പരിസ്ഥിതി എങ്ങനെ മാറിയാലും ചൈന ആത്മവിശ്വാസത്തോടെ തന്നെ തുടരും. ചൈനീസ് ധനകാര്യ മന്ത്രാലയവും പ്രത്യേക പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാക്കി. ചൈന ഇത്തരം വ്യാപാര യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബാലിശമായ നടപടികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം. അതേസമയം ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം US-ന് കനത്ത തിരിച്ചടിയായേക്കും. കാരണം ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ വസ്തുക്കളാണ് ചൈനയിൽ നിന്നും US പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. വ്യാവസായിക സാമഗ്രികൾ, സോയാബീൻ, ഫോസിൽ ഇന്ധനങ്ങൾ, ജെറ്റ് എഞ്ചിനുകൾ എന്നിങ്ങനെ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കാത്ത ഉൽപ്പന്നങ്ങൾക്കാണ് ചൈന US-നെയും ആശ്രയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ഇരുവരും തമ്മിലുള്ള വ്യാപാര യുദ്ധം എന്താകുമെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.